ഇടുക്കിയിൽ ശക്തമായ മഴയാണ്, അതിനൊപ്പം കാറ്റുമുണ്ട്. വിവിധയിടങ്ങളിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു കിടക്കുന്നു. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട സ്ഥിതിയുമുണ്ട്. പലയിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. മരമൊടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം പലയിടത്തും തകരാറിലായെന്നും രാഹുൽ സുരേഷ് ഇപ്പോൾ അറിയിക്കുകയാണ്. പൊന്മുടി, കല്ലാർകുട്ടി, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുമുണ്ട്. രാഹുൽ സുരേഷ്, ഗുഡ് ഈവനിംഗ്. ഇടുക്കിയിൽ ആകെ പ്രശ്നമാണല്ലോ, കാറ്റും മഴയും എല്ലാം കൂടി വലയ്ക്കുകയാണോ ജനങ്ങളെ? സുജയ, അതിശക്തമായ മഴയാണ് ഇടുക്കിയിൽ. കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴയായിരുന്നു. ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ തോരാ മഴയാണ് ഇടുക്കിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്, മരം കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ശക്തമായ കാറ്റും നിലനിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭ്യമാക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതിലൊന്ന്, അടിമാലി ഭാഗത്ത് അതിശക്തമായ മഴയാണ് കഴിഞ്ഞ 2 മണിക്കൂറായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ചീയപ്പാറയ്ക്ക് സമീപമാണ് മരം റോഡിലേക്ക് കടപുഴകി വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് കോതമംഗലത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ മരം വെട്ടിമാറ്റുകയുള്ളൂ. എന്നാൽ മാത്രമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനാവുകയുള്ളൂ. അതുകൂടാതെ ദേവിയാർ പുഴ, അതായത് അടിമാലിയിൽ നിന്നും വെള്ളം ഈ ഒഴുകി പോകുന്നൊരു പുഴ കൂടിയാണ് ദേവിയാർ പുഴ. ദേവിയാർ പുഴ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇരുമ്പുപാലത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. കുളമാങ്കുഴി ഉന്നതിയിലേക്കുള്ള പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് കുളമാങ്കുഴി ഉന്നതി ഒറ്റപ്പെട്ടു എന്നാണ് അവിടുന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. അതുകൂടാതെ കട്ടപ്പന ചെറുതോണി റൂട്ടിലും മരം കടപുഴകി വീണിട്ടുണ്ട്. 8-ാം മൈലിന് സമീപമാണ് മരം കടപുഴകി വീണിട്ടുള്ളത്. അതുകൊണ്ട് ആ റൂട്ടിലും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പാറത്തോട് കണ്ണാടിപ്പാറയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ നാശനഷ്ടമാണ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ മഴയിൽ ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ സുജയ സൂചിപ്പിച്ച പോലെ തന്നെ 3 ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിക്കൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ സുരേഷ്, ഒരു കാര്യം കൂടി നമുക്ക് അറിയണം. നമ്മുടെ പ്രേക്ഷകർ മാത്രമല്ല, നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നമ്മുടെ ഈ വാർത്തകളൊക്കെ നിയന്ത്രിക്കുന്ന ടിൻഡോപ്പൻ നമ്മൾ വിളിക്കുന്ന ടിൻഡോമോന്റെ വീടിരിക്കുന്ന പണിക്കൻകുടി ഭാഗത്ത് മഴയുണ്ടോ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ടിൻഡോയ്ക്ക് അവിടുത്തെ കാര്യം അറിയുന്നതിന് വേണ്ടിയാണ്. സുജയ, ടിൻഡോമോന്റെ വീടിന് സമീപമുള്ള സ്ഥലമാണ് പാറത്തോട്. ആ പാറത്തോട് കണ്ണാടിപ്പാറയിലാണ് റോഡിലേക്ക് മരം വീണിട്ടുള്ളത്, മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. അതുകൊണ്ട് റോഡിലെ ആ അടിമാലി ഭാഗത്തേക്കുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ടിൻഡോമോന്റെ സ്ഥലമാണ് എൻ്റെ സ്ഥലവും. എൻ്റെ വീടിരിക്കുന്ന പണിക്കൻകുടിയിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയാണ് ഇന്നുള്ളത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് സുജയ. ഓക്കെ, അപ്പോൾ വീട്ടുകാരോടൊക്കെ സുരക്ഷിതരായിരിക്കാൻ പറയൂ രാഹുൽ സുരേഷ്. ഇടുക്കിയിൽ ഇടവിട്ട് മഴയാണ്, ഇപ്പോഴൊന്ന് തോർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം അടുത്ത മണിക്കൂറിൽ പെയ്യില്ലെന്നല്ല, ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്.